രാഹുൽ മാങ്കൂട്ടം വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അതും ബാധിക്കും. എല്ലാം ബാധിക്കും. എല്ലാം ഈ എന്താ വെച്ചാൽ സാധാരണക്കാരായ ആൾക്കാരുണ്ടല്ലോ, ഈ ചായപ്പിടി ഇരുന്ന് ആൾക്കാർ സംസാരിക്കുന്ന ആൾക്കാർ, ഇവരുടെ ഇടയിലൊക്കെ ഇതൊക്കെ വലിയ ചർച്ചകളായിരിക്കും. അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ പാർട്ടി പരമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അത് മാറ്റമൊന്നും ഉണ്ടാവില്ല. സാധാരണ രണ്ടിൽ ഒരു പാർട്ടിയിലും പെടാത്ത ചില ആൾക്കാർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് ഇതെല്ലാം ഒരു വിഷയമാണ്. ചിലപ്പോൾ അങ്ങനെയും വോട്ട് ചെയ്യാം. രാഹുൽ മാങ്കൂട്ടം വിഷയം ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? അത് നിയമത്തിന്റെ വഴി പോയി. ഇത് അലിഗേഷനാണ്, ഒന്നുമില്ല. ബേസ്ലെസ് അലിഗേഷൻ ആണോ അല്ലേന്ന്, ബേസ്ലെസ് അലിഗേഷൻ എന്നല്ല പറയുന്നത്, ആയിട്ടുള്ള അലിഗേഷൻ ആണോ അല്ലേന്ന് കോർട്ട് ഓഫ് ലോ ആണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു അലിഗേഷൻ വന്നിട്ടുള്ളൂ. ഓൾറെഡി ഇത് അലിഗേഷനിൽ ഡിലേ ഉണ്ട്, ഫയൽ ചെയ്യാനായിട്ട് ഡിലേ ഉണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ അറ്റ് പ്രസന്റ് പറയാൻ പറ്റില്ല, ഉണ്ടോ ഇല്ലേന്ന് വരെ പറയാൻ പറ്റൂല. അതൊക്കെ കോടതി തീരുമാനിക്കണം. വർഷങ്ങളെടുത്ത് കോടതി എവിഡൻസ് എടുത്ത് തീരുമാനിക്കേണ്ട കാര്യം. എങ്ങനെ ചർച്ചയാവും? പലർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. ആർക്കെതിരെ, ഏത് ആൾക്കെതിരെ ആരോപണം വരും, ഏത് പാർട്ടിക്കെതിരെ ആരോപണം വരാത്ത ഈ കാര്യമൊന്നും നോ മാറ്റർ. തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമല്ല. അത് ശരിയായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരുടെ ഇടയിലില്ല. ഇത് അലിഗേഷനാണ്, ഒരു കേസിന്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ആർക്കെതിരെയും പരാതി കൊടുക്കാം. പരാതി കൊടുക്കുന്ന അലിഗേഷനാണ്. അതിന് പല ഘട്ടങ്ങളിലോട് പോയി ഇൻവെസ്റ്റിഗേഷൻ നടത്തി തീരുമാനിക്കണം. ഇത് നിലനിൽക്കും, നിലനിൽക്കും. 3 സ്റ്റേജ് ഉണ്ട്. കോടതി ആരെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഈ കേസ് റെഫർ ചെയ്ത് പോയാൽ എന്ത് ചെയ്യും? ഈ അലിഗേഷൻ എവിടെ കിട്ടും? അതൊന്നുമില്ല. ഇപ്പോൾ പറയും പ്രൈമറി സ്റ്റേജാണ്, പ്രൈമ ഫേസ് കേസ് ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പം നോക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ബാക്കി പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിന് നോ മാറ്റർ. നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രധാന വ്യക്തികളെ ഇങ്ങനെ ക്രൂശി തറക്കുന്ന പരിപാടികളുണ്ട്. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിയെ വരെ എത്ര വയസ്സുണ്ടായി, ഏതെല്ലാം സ്ത്രീകളെ വെച്ചുകൊണ്ട് കേസുകൾ പറയും. ഇപ്പോൾ ഒരു ആയുധമാക്കി തീർക്കുകയാണ് സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് പുരുഷന്മാരെ അടിച്ചമർത്തി. രാഹുലിനെ മാത്രം പറയണ്ട, എന്തോരം പുരുഷന്മാരാണ് പീഡനം അനുഭവിക്കുന്നത്. കോടതി തെളിയിക്കട്ടെ, അവർ ശിക്ഷിക്കപ്പെടട്ടെ. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അല്ലാതെ ഈ ഒരു ഇലക്ഷൻ ട്രെൻഡിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതൊന്നും ഒട്ടും മാന്യതയല്ല. നമ്മുടെ ജുഡീഷ്യറിയുടെ പോരായ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് അയാളെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അയാളെപ്പറ്റി എന്ത് വേണമെങ്കിലും പറയാം. അല്ലാതെ ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നത് ഒട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായി വളരെ വലിയ തെറ്റാണ്. പണ്ടൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു സ്ത്രീ വിഷയം വരുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ ബാധിച്ചു എന്നതുകൊണ്ടായിരിക്കാം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വിഷയം കൊണ്ടുവന്നത്. ഇപ്പോഴത് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അല്ല ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? മലയാളികൾക്ക് ഒരു പരിധിവരെ മനസ്സിലായി കഴിഞ്ഞു. ഇലക്ഷൻ വരുമ്പോൾ മറുപക്ഷത്തെ എങ്ങനെ നമുക്ക് അടിച്ചമർത്താം, അതിന് സ്ത്രീയാണ് ഇവിടെ ആയുധമാക്കിയെടുക്കുന്നത്. അത് എന്നും മഹാഭാരതത്തിലും എവിടെ വരുമ്പോഴും സ്ത്രീയെ തന്നെയാണ് ആയുധമാക്കിയെടുക്കുന്നത്. അതെടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. പുരുഷന് ഇവിടെ ഒരു പവറും ഇല്ലേ. വെറുതെ ഒരു സ്ത്രീ വന്ന് ഇവൻ കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ ഓടി വന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും നിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, പത്രക്കാർ പത്രത്തിലിടുക, അവനെ തേജോവധം ചെയ്യുക, നാശിപ്പിച്ചു കളയുക. അതോടുകൂടി ഈ കുറേ ആൾക്കാർ പറയും, അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ല, മറുവർഷം പറയുന്നു. എന്നിട്ട് അവർ അനുകൂലമായ വോട്ടും മേടിച്ചുകൊണ്ട് അവർ ഭരണത്തിൽ കയറുന്നു. എന്ത് ചെയ്യുന്നു അവർ? എന്നിട്ട് ഇത് വെറും ചതിയാണ്. ഇങ്ങനെയുള്ള കേസുകളൊന്നും നിലനിൽക്കാനേ പാടില്ല. തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനത്തെ ദിവസത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ മാങ്കൂട്ടം വിഷയം ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? മാങ്കൂട്ടം വിഷയം എങ്ങനെയാലും അതൊരു പോസിറ്റീവ് എനർജി മിക്കവാറും കോൺഗ്രസിന് കിട്ടും. കാരണം ഇപ്പോൾ ഈ കോടതി വിധി വന്നേക്കണുണ്ട്, അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വിധി വന്നേക്കണുണ്ട്. അപ്പം ഇനി എങ്ങനെ വിധി പോലെ ഇരിക്കും ഇത് ഇയാളുടെ മാങ്കൂട്ടത്തിൻ്റെ കാര്യം. പക്ഷെ അത് UDF ഗുണം ചെയ്യും. എങ്ങനെയായാലും അയാൾ തെറ്റില്ലാണ്ട് തിരിച്ചു വരും. മാങ്കൂട്ടം വിഷയം ഏത് തരത്തിലെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ടോ തെരഞ്ഞെടുപ്പിനെ? ഒരിക്കലുമില്ല. കാരണം ഇപ്പോൾ CPM സംബന്ധിച്ച് CPM തന്നെ അത്യാവശ്യം പീഡനങ്ങൾ നടന്നിട്ട് അവർ മൈൻഡ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കൂട്ടത്തിലെ ഈ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ആദ്യം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം അവർ ഒഴിവാക്കി. ഇപ്പോൾ അറസ്റ്റ് വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസിൻ്റെ ഭാഗം അവർ ക്ലിയറാക്കി. കോൺഗ്രസിൻ്റെ എല്ലാ രീതിയിലും അവർ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ അവിടെ തന്നെ വലിയൊരു കോഴി ഫാമുമായി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം LDF സംബന്ധിച്ച് ഇപ്പോൾ P ശശിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചിട്ട് അവരെന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല.
കാരണം മാതൃകയാണെങ്കിൽ അവർ എന്ത് ചെയ്യണം, സ്ത്രീപക്ഷം എന്ന് ഭയങ്കര ഉയർത്തി പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒന്നാമത് സ്വർണ്ണക്കൊള്ള, അപ്പോൾ അവരുടെ പാർട്ടിയിൽ തന്നെ ആളുകൾ ഇതിൽ ഇൻക്ലൂഡായി നിൽക്കുമ്പോൾ അവരതിനെതിരെ ശബ്ദം ഉയർത്തുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷൻ UDF അനുകൂലമായിരിക്കും. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം വിഷയം ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? ഇന്നത്തെ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുകയാണെങ്കിലേ രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല, മറിച്ച് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശൈലി എന്താണെന്ന് വെച്ചാൽ ഭരിക്കുന്ന ആളും പ്രതിപക്ഷമാണെങ്കിൽ തന്നെയാണെങ്കിലും യഥാർത്ഥ നേതാക്കന്മാരല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എന്തെങ്കിലും ഒരു വിഷയം, ഒരു അപാകത ഒരു രാഷ്ട്രീയത്തിൽ വന്നാൽ അതിനെതിരെ ഒരു നടപടി എടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇന്നത്തെ രീതിയിൽ കാണുന്നില്ല യഥാർത്ഥത്തിൽ. അത് മാത്രമല്ല, ഇന്ന് ആ വിഷയം മുക്കിക്കളയാൻ വേറൊരു വിഷയം പൊക്കിക്കൊണ്ടുവരിക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇത് വലയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. കാരണം ഇതിനകത്തുനിന്ന് ഒരു രാഷ്ട്രീയത്തിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലോട്ടാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ യഥാർത്ഥ വിഷയം മറന്നു പോകുന്നു. അതെ അതെ അതായത് ജനങ്ങളിലെ അവകാശങ്ങളൊന്നും ഇന്ന് ജനങ്ങളിലോട്ട് എത്തിപ്പെടുന്നില്ല. മറിച്ച് ഇവർ ഇതുകൊണ്ടിട്ട് വേറെ രീതിയിൽ മുതലെടുക്കുക ചെയ്യുന്നത്. ഒന്നിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്നിനെ മുതലെടുക്കുകയാണ് യഥാർത്ഥ ഇന്നത്തെ രാഷ്ട്രീയം നിലവിൽ മുന്നിട്ട് കൊണ്ടുവരിക. അതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയം യഥാർത്ഥ ജനങ്ങൾക്ക് ഒരു ഇതിലും ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത.